ആരോഗ്യ വിചാരത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഡോക്ടർ LT ലക്ഷ്മി. എല്ലാവർക്കും തന്നെ പരിചിതമായിട്ടുള്ള ത്രിഫല എന്ന് പറഞ്ഞ മരുന്നിനെ പറ്റിയാണ്. ത്രിഫല എന്ന് പറയുമ്പോൾ 3 ഫലങ്ങളല്ലേ, നെല്ലിക്ക, താന്നിക്ക, കടുക്ക. ഇത് മൂന്നും ചേർന്ന് വളരെ മാജിക്കലായിട്ടുള്ള ഒരു ആയുർവേദ റെമഡിയാണ് ത്രിഫല എന്ന് പറയുന്നത്. ത്രിഫലയുടെ കോമ്പിനേഷനിലുള്ള ഒരുപാട് ഡ്രഗ്സ് നമ്മൾ ഇതിനകം കേട്ടിട്ടുണ്ട്. അതായത് ത്രിഫലാദി ചൂർണം, ത്രിഫലാഘൃതം, ത്രിഫല വടി, അതുപോലെ ത്രിഫലാദി കേരം, ത്രിഫലാദി ചൂർണം, ബൃഹത് ത്രിഫല, ഇങ്ങനെയൊക്കെ പല കോമ്പിനേഷൻസ് ഒത്തിരി കോമ്പിനേഷൻസ് നമ്മൾ കേട്ടിരിക്കുന്നു. അപ്പോൾ ഇതിലെല്ലാത്തിലും ത്രിഫലയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് സത്യം. ത്രിഫലയെ നമ്മൾ ശ്രേഷ്ഠ, ഫലോത്തമ, ഫലശ്രേഷ്ഠ, ഇങ്ങനെയൊക്കെ പല സിനോണിംസിലും നമ്മൾ വിളിക്കുന്നുണ്ട്. കണ്ടന്റ് വെറും ത്രിഫല എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് 1:2:3 പ്രപ്പോർഷനിൽ കടുക്ക, താന്നിക്ക, നെല്ലിക്ക, ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് നമ്മൾ യഥാർത്ഥ ത്രിഫല ചൂർണത്തിലല്ല നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പറേഷൻസ്. ഇപ്പോൾ ബൃഹത് ത്രിഫല എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ത്രിഫല കൂടാതെ ഇരട്ടി മധുരവും സെന്നയും കൂടിയുണ്ട്. അതുപോലെ ത്രിഫലാദി ചൂർണം എന്ന് പറയുന്നതിനകത്ത് ത്രിഫല പ്ലസ് ഇരട്ടി മധുരം അല്ലെങ്കിൽ എഷ്ടി മധു കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ കോമ്പിനേഷനിൽ പല വേരിയേഷൻ കൊടുത്ത് നമുക്ക് പല ഡ്രഗ്സിനകത്തും ത്രിഫല ആസിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ മറ്റ് ഡ്രഗ്സ് ചേർത്ത് നമുക്ക് ത്രിഫലയെ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള അമിനോ ആസിഡ്സിൻ്റെയും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസിൻ്റെയും ഒക്കെ ഒരു മികച്ച കലവറയാണ് നമുക്ക് ത്രിഫല എന്ന് പറയുന്നത്. അപ്പോൾ ത്രിഫലയുടെ ശ്ലോകം പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: ഇയം രസായനവര ത്രിഫല അക്ഷിയാമയാപഹ എന്നാണ് പറയുന്നത്, തുടങ്ങുന്നത് പോലും. അപ്പോൾ അക്ഷിയാമയാപഹ എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ആയിട്ടുള്ള ഒരു വസ്തുവാണ് ത്രിഫല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാഴ്ചശക്തി കൂട്ടുന്നതിനായിട്ട് കുട്ടികൾക്ക് നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നു. പ്രോപ്പറായിട്ടുള്ള അഡ്ജുവൻസ് അഥവാ അനുപാനം ചേർത്ത് വൈദ്യനിർദ്ദേശപ്രകാരം നമുക്ക് ഉള്ളിൽ കൊടുക്കാൻ സാധിക്കുന്നു. കൂടാതെ നമ്മൾ കണ്ണിലുള്ള പോളവീക്കം, അതുപോലെ തന്നെ നമുക്ക് ചൊറിച്ചിൽ, ചുമപ്പ്, കണ്ണിലുണ്ടാകുന്ന ചുമപ്പ്, ഫംഗസ് ഇൻഫെക്ഷൻസ്, ഇതിനെല്ലാം നമുക്ക് ത്രിഫല വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല കണ്ണിനടിയിൽ വരുന്ന പഫിനെസ്, അണ്ടർ ഐ ഡാർക്ക്നെസ്, ഇതിനെല്ലാം നമുക്ക് ത്രിഫല വളരെ നല്ലതാണ്. അപ്പോൾ ഏറ്റവും ചക്ഷുഷ്യവും കൂടി ആയിട്ടുള്ള ഒരു വസ്തുവാണ് നമ്മുടെ ത്രിഫല. ഏറ്റവും എടുത്തു പറയത്തക്ക ത്രിഫലയുടെ ഒരു പ്രോപ്പർട്ടിയാണ് വ്രണരോപണം എന്ന് പറയുന്നത്. അതായത് മുറിവുകളെ ഉണക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ നമ്മുടെ ത്രിഫലയ്ക്കുണ്ട്. അപ്പോൾ എത്ര പഴക്കമുള്ള മുറിവുകളോ അല്ലെങ്കിൽ വീനസ് അൾസർ, നോൺ ഹീലിംഗ് അൾസർ, വേരിക്കോസ് അൾസർ, ഇതിനെല്ലാം നമുക്ക് ഉള്ളിൽ കഴിക്കാനും പുറമേ പുരട്ടാനും നമുക്ക് ത്രിഫല വളരെ നല്ലതാണ്. അതുപോലെ സ്കിൻ ഡിസീസസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റിഡക്ഷന് യൂസ് ചെയ്യാമെന്നുള്ളത്. വെയിറ്റ് റിഡക്ഷനിൽ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുകയും പുറമേ നമുക്ക് പൊടി തിരുമല അഥവാ ഉദ്വർദ്ധനത്തിനായി ത്രിഫലയുടെ ചൂർണം എല്ലാം ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ്. ഇത് നമുക്ക് മേധോവൃദ്ധിയെ തടയുന്നതും നമുക്ക് പ്രോപ്പർ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മെ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു യോഗമാണ് ത്രിഫല. കൂടാതെ നമുക്ക് ഹൈപ്പർടെൻസീവ് ഡിസോർഡേഴ്സിൽ നമുക്ക് ഉള്ളിൽ കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അതായത് BP-യിൽ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ ഉപയോഗിക്കാം. കൂടാതെ നമുക്ക് സ്ട്രെസ്, ആങ്സൈറ്റി മുതലായവ കുറയ്ക്കാൻ നമുക്ക് ത്രിഫല വളരെ നല്ലതാണ്. ഇതിനകത്ത് നിറച്ച് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. കൂടാതെ നമുക്ക് ഡയബറ്റീസിൽ നല്ലൊരു ചോയ്സാണ് ത്രിഫല. മറ്റു മരുന്നുകൾ കഴിക്കുന്നതിനോടൊപ്പം നമുക്ക് ത്രിഫലയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു മികച്ച ആൻറ്റി ഓക്സിഡൻറ്റും നമ്മുടെ പാൻക്രിയാറ്റിക് സെൽസിൻ്റെ സ്റ്റിമുലേഷൻ കൂട്ടിയിട്ട് അതിൽ നിന്നും നമുക്ക് ഇൻസുലിൻ ഉൽപ്പാദനത്തിനെ ബാലൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു യോഗമാണ് ത്രിഫല. സൗന്ദര്യ സംരക്ഷണത്തിൽ ത്രിഫലയ്ക്ക് വലിയൊരു സ്ഥാനം തന്നെയുണ്ട്. ഇപ്പോൾ മുഖക്കുരു, കറുത്ത പാടുകൾ, ഇതിനെല്ലാം നമുക്ക് പുറമെ ഒരു പാക്കായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് ത്രിഫല. കൂടാതെ നമുക്ക് മുടിയുടെ ആരോഗ്യത്തിന് താരൻ, കൂടാതെ ഫംഗസ് ഇൻഫെക്ഷൻസ്, അതുപോലെ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ്, തലയിലുണ്ടാകുന്നവ, ഇവയ്ക്കെല്ലാം നമുക്ക് ത്രിഫല പുറമേ കഴുകാനും ഒപ്പം നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കുടൽ സംബന്ധമായ രോഗങ്ങൾക്ക് ത്രിഫല ഒരു നല്ല റിസൾട്ടുള്ള ഒരു യോഗമാണ്. കുടൽ രോഗങ്ങളിൽ അതുപോലെ IBS പോലെ ഇറിറ്റബിൾ ബബൽ സിൻഡ്രോം പോലത്തെ കണ്ടീഷൻസിലെല്ലാം നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ ത്രിഫല ഉപയോഗിക്കാവുന്നതാണ്. ചിലതരം അൾസറുകളിൽ എല്ലാം ക്രോണിക്കായിട്ട് നിൽക്കുന്ന ചില അൾസേഴ്സിൽ എല്ലാം നമുക്ക് ത്രിഫലയുടെ ഉപയോഗം നമ്മളെ ആ കണ്ടീഷൻ മാറ്റി നമ്മളെ സുഖപ്പെടുത്തുന്നതാണ്.
വായ്പുണ്ണ് പോലത്തെ കണ്ടീഷൻസ്, ജിഞ്ചിവൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ്, പല്ല് വേദന മുതലായ കണ്ടീഷൻസിൽ നമുക്ക് ത്രിഫല വായിൽ കൊള്ളുന്നതിനും ഉള്ളിൽ കഴിക്കുന്നതിനും വളരെ നല്ലതാണ്. ത്രിഫല ഒരു നല്ല ആൻറ്റി ക്യാൻസറസ് ഡ്രഗാണ്. ഇത് മൈറ്റോട്ടിക് സെൽ സ്റ്റേജിൽ വെച്ച് തന്നെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതായി പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. സ്ത്രീ രോഗങ്ങളിൽ ഏറ്റവും നല്ല ഒരു മരുന്നാണ് ത്രിഫല. സ്ത്രീരോഗങ്ങളായിട്ടുള്ള വെള്ളപ്പോക്ക്, അതുപോലുള്ള ഡിസ്ചാർജുകൾ, ശ്വേതപ്രതരം പോലുള്ള കണ്ടീഷൻസ്, ഇതിലൊക്കെ വരുന്ന ചൊറിച്ചിലിക്കാം, ഗുഹ്യഭാഗത്തുണ്ടാകുന്ന ചൊറിച്ചിൽ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ആയിരുന്നാലും ത്രിഫല വാഷ് ചെയ്യാനായി നല്ലൊരു റെമഡിയാണ്. അപ്പോൾ ഈ 3 ഡ്രഗ്സ് കൊണ്ട് വളരെ മാജിക്കലായിട്ടുള്ള ഒരു ആയുർവേദ റെമഡിയാണ് ത്രിഫല എന്ന് പറയുന്നത്. നമ്മുടെ ചികിത്സയുടെ ഒരു പ്രധാന ഭാഗമാണ് ത്രിഫല. ത്രിഫല ഇല്ലാതെ നമുക്ക് ട്രീറ്റ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആരോഗ്യ വിചാരത്തിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു സീരീസ് ഓഫ് ഹെൽത്ത് അവയർനെസ് വീഡിയോസാണ്. ഇതിനെ സംബന്ധിച്ച നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങൾ ഇതെല്ലാം നിങ്ങൾ എനിക്ക് ഇൻബോക്സ് ചെയ്യുക. പ്ലീസ് ഇൻബോക്സ് മീ ആസ് കമൻറ്റ്സ്. സോ അടുത്ത ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണും വരേക്കും. ദിസ് ഈസ് ഡോക്ടർ LT ലക്ഷ്മി സൈനിങ് ഓഫ്.